പത്തനംതിട്ടയിലേക്ക് പോവുകയാണെങ്കിൽ പത്തനംതിട്ടയിൽ നിന്ന് സുജു ടി ബാബു കൂടി ചേരുന്നുണ്ട്. സുജു, നിലവിൽ പത്തനംതിട്ടയിലെ സാഹചര്യം എന്താണ്? മഴയ്ക്ക് ശമനമുണ്ടോ? ആറന്മുളയ്ക്ക് ഇന്നലെ പ്രളയ സമാനമായ സാഹചര്യമായിരുന്നു. പമ്പാ നദിയൊക്കെ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇന്ന് എന്താണ് അവിടുത്തെ സ്ഥിതി? അവന്തിക, ഞങ്ങളിപ്പോൾ ഉള്ളത് എരിക്കാട് ഉന്നതിയിലാണ്. ആറന്മുള കിടങ്ങുന്നൂരാണ് എരിക്കാട് ഉന്നതിയുള്ളത്. ഇവിടെ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. നമുക്കറിയാം ഇന്നലത്തെ ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ റാന്നി ടൗണിലാണ് വെള്ളം പ്രളയഭീതി മിന്നൽ പ്രളയമുണ്ടായെങ്കിൽ ഇന്ന് ആ മേഖലയിൽ നിന്ന് പമ്പയാറിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ ആറന്മുളയിലെ വിവിധ പ്രദേശങ്ങളിലേക്കാണ്. ധാരാളം വീടുകൾ വെള്ളത്തിനടിയിലാണ്. ഇവിടുത്തെ വാർഡ് മെമ്പർ ഇവിടെ ചേരുവാണ്, ശ്രീനിയിലെ ചേരുവാണ്. മെമ്പറെ, ഇവിടെ എത്രത്തോളം വീടുകളിലാണ് ഇപ്പോൾ പ്രളയഭീതിയിലുള്ളത്? ഏകദേശം 500ഓളം വീടുകൾ എഴിക്കാട് പുറത്തുമായിട്ടുള്ള പ്രദേശത്തുണ്ട്. അത് എല്ലാവരും ഇപ്പം ക്യാമ്പിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണി വരെ ഇവിടെ പമ്പയുടെ തീരത്തുള്ള പ്രദേശങ്ങളിൽ ഇന്നലെ വെള്ളം കയറുന്ന സമയത്ത് ഇവിടെ പക്ഷേ ആ പ്രതിസന്ധിയിലേക്ക് പോയില്ല. അവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ പമ്പയുടെ അവിടുന്ന് 3 കിലോമീറ്റർ പമ്പാ നദിയുടെ 3 കിലോമീറ്റർ ഇപ്പുറത്തുള്ള പ്രദേശത്തേക്ക് 3 മണിക്ക് ശേഷം, ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമാണ് ശക്തമായിട്ട് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവർ ഈ പറഞ്ഞതുപോലെ ഇവിടുന്ന് ജനങ്ങളെ എല്ലാം മാറ്റിപ്പാർപ്പിക്കുന്ന, പ്രായമുള്ളവരെ ഉൾപ്പെടെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ക്യാമ്പ് തൊട്ടടുത്തുള്ള വല്ലന സ്കൂളിലാണ്. പക്ഷേ ക്യാമ്പിൽ പ്രാഥമികമായ സൗകര്യങ്ങളൊന്നും തന്നെ ഈ സമയം വരെയും ഉണ്ടായോ എന്നുള്ളത് പരിശോധിച്ച് പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന കഴിഞ്ഞ ഒരു സർക്കാരിൻ്റെ കാലത്ത് ഈ സർക്കാരിൻ്റെ കാലത്ത് രാവും പകലും പോലുള്ള വ്യത്യാസം, ഈ സിസ്റ്റത്തെ കംപ്ലീറ്റ് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മറിച്ചാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ജനങ്ങൾ ഭീതിയിലാണ്. 2017 ഒരു പ്രളയത്തെ നേരിട്ട സമൂഹമാണ്. അപ്പോൾ അത്രയ്ക്കും ആ ഒരു ഭീതി മുന്നിൽ കണ്ടുകൊണ്ടാണ് ജനങ്ങളെല്ലാം തന്നെ ക്യാമ്പുകളിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രളയ സമാനമായ സാഹചര്യം പ്രദേശവാസികൾ ചേർന്നുണ്ട്. ചേട്ടൻ്റെ വീട് ഏതാ? എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. ആളുകളൊക്കെ വീടിനുള്ളിൽ വെള്ളം കയറി നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും. ചേട്ടാ, അങ്ങോട്ട് വരാൻ പറ്റുമോ? മുറ്റം എന്താ ടൈലാണോ? കുഴപ്പമില്ല. അവന്തിക്ക് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വീടിനുള്ളിൽ ആളുകൾ നിൽക്കുന്ന ഒരു ഇതാണ്. ക്യാമറമാനോടെ ഉള്ളൂ. ആ ഒരു ഇതാണ്. അപ്പോൾ ഈ ചേട്ടനോട് വീട്ടിൽ രാവിലെ നിൽക്കുന്ന ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് വെള്ളമൊക്കെ? വെള്ളം ഞങ്ങൾ ഇന്നലെ രാത്രി മുതലേ ഉറക്കളച്ചിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ വരവ് ഭയങ്കര സ്പീഡിലായിരുന്നു വെള്ളം വന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾക്ക് പിറക്കി വെക്കുവാൻ പോലും പറ്റാത്ത സ്ഥിതിയിലായിപ്പോയി. കുറേ സാധനങ്ങൾ പെരയ്ക്കകത്ത് ഇപ്പോഴും കിടക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം 4 സൈഡും വെള്ളമായി. കുറച്ച് സാധനം അത്യാവശ്യമുള്ള വസ്ത്രങ്ങൾ മാത്രം എടുത്തിട്ട് വെളിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം വീടിനകത്ത് വെള്ളം എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടാവില്ലോ എന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഇപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അഖിലേഷ്, പുറകിൽ ആളുകൾ അവരുടെ കൈവശം ഉള്ള സാധനങ്ങൾ അവർ വാരിപ്പിറക്കി അതുകൊണ്ട് ക്യാമ്പിലേക്കും മറ്റ് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറുന്ന കാഴ്ച കൂടിയാണ് ഇപ്പോൾ കിടങ്ങൂർ കാണുന്നത്. ചേട്ടാ, മുന്നറിയിപ്പൊക്കെ കിട്ടിയായിരുന്നോ? മുന്നറിയിപ്പ് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. വെള്ളം വരുന്നത് ഞങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പം പിന്നെ ഞങ്ങൾ ആ ഒരു ഇതിൽ വേണ്ടി ഞങ്ങൾ ഉറക്കളച്ചിരുന്നത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞങ്ങൾ വെള്ളത്തിലായിപ്പോയേനെ. ഇവിടുത്തെ സാഹചര്യം വീടുകളുടെ, അതായത് നമ്മളിപ്പോൾ അഖിലേഷ്, അതായത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഈ വീടിൻ്റെ മുറ്റത്ത് ഇത്രയും വെള്ളമുണ്ട്. കുറച്ചങ്ങോട്ട് പോയാൽ നമുക്ക് നടന്ന് നീങ്ങാൻ പറ്റാത്തത്തോളം വെള്ളമുള്ള സ്ഥലങ്ങളുണ്ട്. വീടുകൾ വലിയ ദുരിതത്തിലായിരിക്കുന്ന പ്രദേശങ്ങളുണ്ട്. ഇവിടെ നമുക്ക് രാവിലെ വരുമ്പോൾ നമ്മൾ ടി വിയിൽ കാണുന്ന ഒരു പലായനം പോലെയൊക്കെയാണ് ആളുകളുടെ ഒരു അവസ്ഥ. അത്തരത്തെ ദുരിതമാണ് ഈ ജനത അനുഭവിക്കുന്നത്. ഇത് ആറന്മുള കിടങ്ങുന്നൂർ ഭാഗത്താണ്. നമുക്ക് വീട്ടിലെ ആളുകളോട് തന്നെ പ്രതികരണം ചോദിക്കാവുന്നതാണ് അവരുടെ അവസ്ഥ. ചേട്ടാ, ഇറങ്ങാൻ പറ്റുമോ? ചേട്ടാ, വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണോ? കയറിക്കൊണ്ടിരിക്കുക, നല്ലതായിട്ട് കയറിക്കൊണ്ടിരിക്കുക. ഇതൊരു അപ്രതീക്ഷിതമായ നിമിഷത്തിലായി വെള്ളം കയറി വന്നത്. ഒറ്റ രാത്രി കൊണ്ടാണ്. ഇന്നലെ കഴിഞ്ഞ രാത്രി ഞങ്ങൾ ആരും ഇറങ്ങിയില്ല. മൊത്തം സാധനം എടുത്ത് ഇങ്ങനെ കൊണ്ട് നടക്കുക. അതുപോലെ ഒരു ഗത്യന്തരവും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. കാര്യം 2018 ഉണ്ടായിട്ടുള്ള അതേ രീതിയിൽ തന്നെയുള്ള ഒരു വെള്ളപ്പൊക്കമാണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ളത്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മുന്നറിയിപ്പ് പോലും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. സാധാരണ ഞങ്ങളൊരു അനൗൺസ്മെൻ്റ് ഒക്കെ പ്രതീക്ഷിച്ച, പക്ഷേ അതും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ വന്നിട്ടില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് സജീവമായിട്ട് ആൾക്കാർ ഇറങ്ങി അത് എല്ലാത്തിനും മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു. പക്ഷേ ഇപ്രാവശ്യത്തെ വെള്ളപ്പൊക്കത്തിന് അങ്ങനെ വന്നിട്ടില്ല. ഇപ്പം തന്നെ അപ്രതീക്ഷിതമായത് ഒത്തിരി സാധനങ്ങൾ ഇനിയിപ്പം ഞങ്ങൾക്ക് നഷ്ടപ്പെടും. 2018 വെള്ളപ്പൊക്കത്തിൽ തന്നെ ഒത്തിരി നഷ്ടപ്പെട്ടതാണ്.
വീണ്ടും ഇപ്പം ഇതും കഴിഞ്ഞ രാത്രി കയറി വന്നതുകൊണ്ട് ഒന്നും പറക്കാനോ വെക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം ജീവിതം ഒന്ന് പച്ചപിടിപ്പിച്ച് വരുമ്പോഴാണ് വീണ്ടും ഇങ്ങനെ വരുന്നത്. അത് വലിയൊരു ഗത്യന്തരമില്ലാത്തൊരു അവസ്ഥ, കിട്ടാത്തൊരു ഇത് തന്നെ. അത് വലിയൊരു പ്രയാസം തന്നെ ആയിപ്പോയി. ഞങ്ങളും പ്രതീക്ഷിച്ചു ഒന്നീ അലോൺസ്മെൻറ്റ്, നേരത്തെയൊക്കെയാണ് മുൻകാലങ്ങളിലൊക്കെ അലോൺസ്മെൻറ്റ് വരും, ഇത് ഹൈവേ ഒക്കെ അങ്ങനെ പോലും വന്നിട്ടില്ല. അപ്പം ഒന്നും പ്രത്യേകിച്ച് ഒന്നും അറിയാനില്ല, വെള്ളം കയറി വരുന്നുണ്ടെന്നും ഇതിനെപ്പറ്റി ഒന്നും അറിയുന്നില്ല. ആണെങ്കിലും ഒരു ഉരുള് പൊട്ടിയെന്ന് മാത്രം കേട്ടു. പിന്നെ പിറ്റേ ദിവസം നോക്കിയപ്പം വെള്ളമാണ് നമ്മുടെ മുറ്റത്തില്ല, നല്ല ദുരന്തത്തിൽ. അമ്മയോട് ചോദിക്കാം, ചേച്ചി ആരാ കോളിലാരാ മോനെ കാണിച്ചോ? വലിയ ബുദ്ധിമുട്ടില്ലല്ലേ? ആന്ന് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു മോൻ നമ്മുടെ ലൈവ് കൂടെ കാണുന്നുണ്ട്. അവന്തിക്കാൻ മാത്രം നമുക്ക് ഇവിടത്തേക്ക് അല്പം കൂടെ അതിൻ്റെ ദുരിതം മനസ്സിലാകണമെങ്കിൽ ഞാനത് കാണിച്ചു തരാം. മുമ്പിൽ ഫ്രണ്ടിലേക്ക് നമുക്ക് നടക്കുമ്പോൾ ആളുകളുടെ ഒരു സാഹചര്യം, അവരുടെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഗ്യാസ് സ്റ്റൗ തലയിൽ ചുമന്നുകൊണ്ട് പോകുന്ന ആളുകളെ കാണാൻ വരുന്നു. അതുപോലെ തന്നെ അവരുടെ കയ്യിൽ പെട്ടിയൊക്കെ ആയി കിട്ടുന്ന എന്താണോ ഉള്ളത് അതുകൊണ്ട് അവർ രക്ഷപ്പെടുകയാണ്. ഇപ്പോൾ ക്യാമ്പിലെ സാഹചര്യം പറഞ്ഞു. ക്യാമ്പിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കാര്യമായി ഇല്ലെന്നാണ് വാർഡ് മെമ്പർ കൂടിയായിരിക്കും ശ്രീനി പറയുന്നത്. അദ്ദേഹം ഇവിടുത്തെ ജനപ്രതിനിധിയാണ്, പഞ്ചായത്ത് അംഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തത്തിലാണ് വാർഡ് മെമ്പർ സംസാരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് തിരികെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നൂറുകണക്കിന് വീടുകൾ ഉള്ള സ്ഥലമാണ്. ആ വീടുകളിലൊക്കെ വെള്ളം കയറിയുകൊണ്ട് ആ ഭാഗത്തേക്ക് കടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതാണ് ഈ കിടങ്ങുന്നൂരിലുള്ളത്. നമുക്ക് ഈ സൈഡുകളിലൊക്കെ നമ്മളിപ്പോൾ ഈ വെള്ളക്കെട്ട് തുടങ്ങുന്ന ഒരു സ്ഥലത്താണ്. ഇവിടുത്തെ മാത്രം വീടുകളിൽ മാത്രമല്ല ഇനിയും വെള്ളം കയറാൻ ധാരാളം വീടുകളുണ്ട്. അവിടെ നിന്നൊക്കെ ആളുകൾ ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണുള്ളത്. വീട്ടിൽ പല ആളുകൾ ഇപ്പോൾ വേണ്ട അവരുടെ ഒരു രക്ഷാപ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കോഴിക്കൂടുമായി, കാരണം എല്ലാ ജീവനുകളും പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം രക്ഷാപ്രവർത്തന ഘട്ടത്തിലും എല്ലാ ഘട്ടത്തിലും നമ്മൾ പ്രളയത്തിലും മഹാമാരിയുടെ കാലത്തൊക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാ ജീവനും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ വീട്ടുകാർ അവരുടെ കോഴി ഉൾപ്പെടെ രക്ഷപ്പെടുത്തുവാണ് അല്ലേ? അതെ അതെ, കോഴി ഉൾപ്പെടെ രക്ഷപ്പെടുത്തും. എങ്ങോട്ടാണ് പോകുന്നത്? അടുത്ത വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ വെള്ളം കയറിയോ? മൊത്തം കയറി, എല്ലായിടത്തും കയറി. എപ്പോൾ മുതൽ വെള്ളം കയറി തുടങ്ങിയേ? നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. കോഴിക്കോടുമായിട്ട് അവർ പോവുകയാണ്. ഇത് അതിജീവനത്തിൻ്റെ പാത തേടുമ്പോൾ അവരോടൊപ്പം എക്കാലമുള്ള നമുക്കറിയാം വളർത്തുമൃഗങ്ങളെ കൂടെ രക്ഷപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കിടങ്ങുന്നൂരിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്ന് കിടങ്ങൂരിലേക്ക് വരുമ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ മറ്റൊരു കാഴ്ചയുണ്ട്. ഇവിടെ നമുക്ക് ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഈ വീടിൻ്റെ മുമ്പിൽ നമ്മൾ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് ബക്കറ്റിൽ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. വെച്ച് നമ്മുടെ സാധനങ്ങളാണോ? അതെ, ക്യാമ്പിലേക്ക് പോകാനാണോ? ക്യാമ്പിലേക്ക് പോകാനാണ്. റെഡിയായി നിൽക്കുമല്ലേ? മണിക്കൂർ വെള്ളം കൂടിയ വീട്ടിലേക്ക് കയറും. ഞങ്ങളുടെ വീട് വിട്ടിറങ്ങി ഞങ്ങൾ നിൽക്കുകയാണ്. അടുത്ത വീട്ടിൽ അഭയം പ്രാപിച്ച് നിൽക്കുക. ഇനി ഞങ്ങൾ ഇവിടുന്ന് ക്യാമ്പിലോട്ട് പോകാൻ തുടങ്ങുവാണ്. അവിടെ വെള്ളം എങ്ങനെയുണ്ട്? അവിടെ വെള്ളം വീടെല്ലാം മുങ്ങിക്കിടക്കുക. ഞങ്ങൾ ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങിയതാ. വെള്ളം താഴും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഇവിടെ വരെ നിന്ന് ഇപ്പോഴും താഴുന്നില്ല. ഞങ്ങൾ പോകാൻ റെഡിയായിട്ട് നിൽക്കുക. വലിയ മുന്നറിയിപ്പൊന്നും കിട്ടിയില്ല പ്രളയത്തെ പറ്റി? ഇല്ല, വന്നില്ല, ഉണ്ടായില്ല. ഇതാണ് അവധിക്ക് നോക്കി ഈ ചേച്ചിയുടെ ഒക്കെ അവസ്ഥ. പ്രത്യേകിച്ച് അറിയിപ്പൊന്നും കിട്ടിയില്ല. വീട്ടിലെ വെള്ളം കയറി അവരുടെ സാധനങ്ങൾ കയ്യിലുള്ളത് പെറുക്കിക്കൊണ്ട് വരുവാൻ തോന്നുന്നില്ലേ? എടുക്കാൻ പറ്റുന്നതൊക്കെ. 2015 പ്രളയം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നോ? പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു സാധനം പോലും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. ഞങ്ങളുടെ പിള്ളേരെ ഞങ്ങളുടെ ഉടുത്തിരിക്കുന്ന തുണിയോടാണ് ഞങ്ങൾ ഇറങ്ങി ഓടിപ്പോയത്. വീട് വെള്ളം കയറി സാധനം നഷ്ടമായി എല്ലാം ഇട്ടിട്ടായി പോന്നേക്കുന്നത്. ഇത് ബാഗ് മാത്രമേ കയ്യിൽ എടുത്തിട്ടുള്ളൂ. കൈപ്പടക്കാൻ കിട്ടാൻ എടുത്തിട്ടുള്ളൂ. ഇവിടെ കിടക്കുക. നമ്മളിതെല്ലാം എവിടെ കൊണ്ടുപോകും? എടുക്കാന്ന് മാത്രം ഇത് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവെക്കാൻ പറ്റുമോ? അപ്പോൾ എല്ലാം കൊണ്ട് ഇങ്ങനെ ക്യാമ്പിലോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അവിടെ ഒരുപാട് സാധനങ്ങൾ ഫ്രിഡ്ജൊക്കെ നഷ്ടപ്പെട്ട് കാണും. എല്ലാം നഷ്ടപ്പെട്ടു അവിടെ കിടക്കുക. വീട്ടിലുണ്ട്. സൗകര്യക്കുറവൊക്കെ ഉണ്ടെന്നാണ് മെമ്പർ പറഞ്ഞത്. സ്കൂളല്ലേ, ചെറിയ സ്കൂളല്ലേ, ഉള്ളതുകൊണ്ട് ഇറങ്ങുമോ അല്ലേ? അത് അവന്തിക്ക് ഇവിടെ മാത്രമല്ല, നമുക്ക് ഇനിയും ഇത് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കാണിക്കാൻ സാധിക്കും മറ്റുള്ള ആളുകളുടെ ഒരു അവസ്ഥ. ഇപ്പോൾ ഇത് അങ്ങേ അറ്റത്തുള്ള വീട്ടിലുള്ള ആളുകളാണ്. അവർ ഉള്ളത് കൊണ്ട് ക്യാമ്പിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. വീട് മുങ്ങിയിരിക്കുകയാണ്. 2018 സർവ്വതും നഷ്ടമായ മനുഷ്യർ കൂടിയാണ്. അവരുടെ ജീവിതാവസ്ഥയാണ് കേൾക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ വെള്ളക്കെട്ടുള്ള ഭാഗത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ, ഈ മറ്റ് വെള്ളമുള്ള സ്ഥലത്തുനിന്ന് വന്ന കുട്ടികളുമായി രാവിലെ തന്നെ ഭാഗത്ത് നിൽക്കുകയാണ്. ക്യാമ്പിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. കൊച്ചു കുട്ടികളൊക്കെ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. ചോദിക്കാം, മോളെ വെള്ളമൊക്കെ ആയോ? കണ്ടോ? കണ്ട്. അവധിയാണോ സന്തോഷം? അല്ല. എന്താ മോനെ പറഞ്ഞേ? അവധിയാണോ? എത്ര പഠിക്കുന്നേ? ഒന്നില്ല. വീടെവിടാ? മോന്റെ വീടെവിടാ? ആണോ? വെള്ളത്തിലായോ വീടോ?
കുട്ടികളൊക്കെ ക്യാമ്പിലേക്കും മറ്റും മാറി താമസിക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോഴാണ് ഇവിടുത്തെ ഇത് കാണുമ്പോഴാണ് അതിൻ്റെ ആളുകളുടെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ധാരാളം ആളുകൾ ഒന്ന് ക്യാമ്പിലേക്ക് പോകാൻ സ്കൂട്ടറായിട്ട് വരുന്ന നിമിഷം ധാരാളം ആളുകൾ ക്യാമ്പിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു. അതിനോടൊപ്പം ഒരു പാലായനം പോലെയാണ് രാവിലെ വരുമ്പോൾ പല ആളുകളും. ചേട്ടാ ഏത് വീടായിരുന്നു? വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്താ മാർഗം? ക്യാമ്പിലോട്ട് മാറുക എന്നുള്ള മാർഗ്ഗമുള്ള, അല്ല മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല. ഒരു 18 വെള്ളപ്പൊക്കം മാതിരിയുള്ള അതുപോലുള്ള വരവാണ്. ഒരു മുന്നറിയിപ്പും കിട്ടിയിട്ടില്ല. പെട്ടെന്നുള്ള വരവാണ്. ഒരു മുന്നറിയിപ്പില്ല. അനൗൺസ്മെന്റോ ഒന്നുമില്ലായിരുന്നു. സ്വയമേ മാറുമോ? അതെ, തീർച്ചയായിട്ടും. വലിയ ബുദ്ധിമുട്ടല്ലേ? അതെ, തീർച്ചയായിട്ടും. വീട്ടിനുള്ളിൽ വെള്ളം കയറിയ സാധനങ്ങളൊക്കെ മുന്നിലേ? തീർച്ചയായിട്ടും. കഴിഞ്ഞ വർഷം 2018 വെള്ളപ്പൊക്കം സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. രണ്ടാമത് നമ്മൾ പച്ച പിടിച്ച് വന്നതാണ്. ഇപ്പോൾ വീണ്ടും അതേമാതിരിയുള്ള രീതിയിലാണ് വരുന്നത്. തീർച്ചയായിട്ടും അതാണ് അവൻ്റെ ആളുകളുടെ ഒരു ബുദ്ധിമുട്ട്. 2018 സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യരാണ്. അവർ വീണ്ടും ജീവിതത്തിലേക്ക് 8 വർഷങ്ങൾക്കുള്ളിൽ തിരികെ എത്തി അവരുടെ ജീവിതം പച്ച പിടിപ്പിച്ച് വരുമ്പോഴാണ് മറ്റൊരു മിന്നപ്രളയം വരുന്നത്. ഇതിൽ മെമ്പർ ചൂണ്ടിക്കാട്ടിയ പോലെ കഴിഞ്ഞ സർക്കാരും ഈ സർക്കാരും തമ്മിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ നിന്ന വീട്ടിലാന്ന് തോന്നുന്നു. അവിടുത്തെ ചേച്ചിയും ചേട്ടനും കൂടെ ഇപ്പോൾ വേണ്ട ക്യാമ്പിലേക്കാന്ന് തോന്നുന്നു കയ്യിലുള്ള സാധനങ്ങൾ ഇവരെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്. ഉള്ളത് പിറക്കിയെടുത്തുകൊണ്ട് പോവുകയാണ്. വീടിൽ വെള്ളം കയറി കഴിഞ്ഞാൽ സർവ്വതും നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ്. വീട്ടിൽ പുറത്തേക്ക് പോകുന്ന ആളുകൾ ചില ആളുകൾക്ക് വലിയ ആശങ്കയാണ്. കാരണം അങ്ങ് ദൂരെയുള്ള ആളുകളെ സംബന്ധിച്ചോളം ഇപ്പോൾ ഇവരും എനിക്ക് തോന്നുന്നു എങ്ങോട്ടാണ് പോകുന്നത് ചോദിക്കുക. ഇവിടെ തന്നെ ചോദിക്കാം. ക്യാമ്പിലേക്ക് പോകണോ ചേച്ചി? ക്യാമ്പിലേക്കാണോ? എവിടെ? സ്കൂളിലല്ലേ? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്നാണ് ഞങ്ങളുടെ ദുരിതം മാറുന്നതെന്ന് അറിയത്തില്ല. ഇതാണ് ഈ വയ കാണുന്നവർ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അറിയിപ്പ് പോലും ഇല്ലാതായി വെള്ളം കയറി വന്നത്. അത് ഇന്നലെ രാവിലെ മുതലേ ഞങ്ങൾ അപ്രതീക്ഷിതമായ ഒരു സമയത്ത് ഇത് വന്ന് ഒത്തിരി സാധനങ്ങൾ ഇപ്പം നഷ്ടപ്പെടും. കാര്യം രാത്രി ഉറക്കളച്ചാൽ ഇപ്പം ഇത്തരം രക്ഷപ്പെട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. എല്ലാവരും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇറങ്ങിപ്പോന്ന്. 2018 കഴിഞ്ഞപ്പോൾ ഒരു പരുവത്തിനൊന്ന് പച്ച പിടിച്ച് വന്നപ്പോഴാണ് വീണ്ടും ഈ അവസ്ഥ. ബെഡ്ഷീറ്റൊക്കെയാണ് ഇതേ ഉള്ളൂ, എടുത്തുകൊണ്ട് പോകാനുള്ളൂ. അല്ല ഒന്നും കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി വെച്ച കാര്യങ്ങൾ നടക്കുന്നത്. നഷ്ടപ്പെടും. കട്ടിലോ ഇനിയും വരുമ്പോൾ ഒന്ന് കിടക്കാൻ പോലും കട്ടിലോ ഒന്നും കാണുകയില്ല. ആ ഒരു അവസ്ഥയാണ് ഇതിനകത്തുള്ള എല്ലാവർക്കും. സാധാരണക്കാരും എല്ലാവരുമായി സാധാരണക്കാരായിട്ടുള്ളവരാണ്. ആർക്കും ഒരു നേരത്തെ നിവൃത്തിയുള്ളവരുമല്ല. അവരെല്ലാം ഇത് ഈ കഷ്ടത അനുഭവിച്ചാലേ പറ്റുള്ളൂ. എന്തോ ചെയ്യാൻ, ആരോട് പറയാൻ? അങ്ങനെ പോകുന്നത്.